മനുഷ്യൻ്റെ ആയുസ് നിലനിർത്തുന്നതിന് ശ്വാസം അത്യാവശ്യമായതുപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ആത്മാവ് ജീവനോടിരിക്കുന്നതിന് പ്രാർത്ഥനയുടെ പ്രാധാന്യവും. ശ്വാസമില്ലാത്ത മനുഷ്യൻ മരിച്ചവൻ, പ്രാർത്ഥനയില്ലാത്ത ഒരു മനുഷ്യൻ ആത്മീയതയിൽ മരിച്ചവനാണ്. പ്രാർത്ഥന എന്നത് കുറേ വാചകങ്ങളുടെ പങ്കുവെക്കലുകളല്ല, അതിലപ്പുറമായി ദൈവവുമായിട്ടുള്ള സംവാദമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം ഹൃദയത്തിൽ അനുഭവിച്ചുകൊണ്ട് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നിടത്താണ് പ്രാർത്ഥന. അതൊരു കൂട്ടായ്മയുടെ അനുഭവമാണ്. ദൈവവുമായിട്ടുള്ള ഒരു ശക്തമായ കൂട്ടായ്മയുടെ അനുഭവം. പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന ത്രിത്വ ദൈവം അവർ ഏകമായിരിക്കുന്നത് പോലെ നാമും ദൈവത്തോട് ഏകീഭവിക്കുന്ന ത്രിത്വ ദൈവത്തോടൊന്നായി ലയിച്ചു ചേരുന്ന അനുഭവമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ ഉദാത്തമായ ഉദാഹരണം ക്രിസ്തു തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നത്. തൻ്റെ പരസ്യ ശുശ്രൂഷാകാലത്തുടനീളം ജനത്തോട് സംവദിക്കുന്നതിനോടൊപ്പം തന്നെ സമയം, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ സമയം താൻ ചിലവഴിച്ചത് പ്രാർത്ഥനയ്ക്കാണ്. തൻ്റെ പിതാവിനോടൊപ്പം ആയിരിക്കുന്നതിനാണ് താൻ ഏറ്റവും സമയം ചിലവഴിച്ചത്. ആ കൂട്ടായ്മയുടെ ആസ്വാദനത്തിനായി മലയുടെ മുകളിലേക്ക് നിരന്തരമായി കയറി ചെല്ലുന്ന ക്രിസ്തുവിനെ നാം കാണുന്നുണ്ട്. പ്രിയരെ, ഇന്ന് ഈ സ്വർഗീയമായ ആരാധനയ്ക്കായി ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ ഹൃദയം പ്രാർത്ഥനയുടെ ആത്മാവ് കൊണ്ട് നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ ശാന്തമായി നിങ്ങളുടെ ഹൃദയത്തെ ക്രിസ്തുവിൽ ഏകാഗ്രമാക്കിക്കൊണ്ട് അല്പസമയം നമുക്കും ആ സ്വർഗീയ കൂട്ടായ്മയ്ക്കായി ഒരുങ്ങാം. നമ്മുടെ ഗുരു നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ നമുക്കും പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമ, സദാ പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമ. പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമ, സദാ പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമ. മരുപ്പച്ച തേടി വിജനം തേടി ഗിരി തന്നുയരം തേടി. മരുപ്പച്ച തേടി വിജനം തേടി ഗിരി തന്നുയരം തേടി. ഉന്നത താതന്റെ തിരുമുഖം തേടി, ഉന്നത
നാഥ ഉണർന്നിരുന്ന മനം നുറുങ്ങി പ്രാർത്ഥിക്കാനരുളും നാഥ ഞങ്ങൾക്കു പ്രാർത്ഥന വരം തന്നിടണേ ഞങ്ങൾക്കു പ്രാർത്ഥന വരം തന്നിടണേ പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമഃ സദാ പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമഃ പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമഃ സദാ പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമഃ പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമഃ സദാ പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമഃ പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമഃ സദാ പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമഃ പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമഃ പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമഃ പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമഃ പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമഃ. പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ ഒരനുഭവമാണ്. യേശു ഈ ലോകത്ത് മനുഷ്യനായി ജീവിച്ച നാളുകളിൽ ഏറ്റവും അധികം പ്രാർത്ഥിച്ച് നമ്മെ കാണിച്ചു തരികയായിരുന്നു. യേശു ആരാണ്? സാക്ഷാൽ ദൈവപുത്രൻ, പാപമില്ലാത്തവൻ, ഒരു തെറ്റും ചെയ്യാത്തവൻ, ഒരു കളങ്കവുമേശാത്തവൻ. ഒരു കളങ്കവുമേശാത്ത, പാപമില്ലാത്ത, തെറ്റുകളില്ലാത്ത യേശുവിന് പ്രാർത്ഥിക്കുവാൻ ഒരുപാട് സമയം ആവശ്യമായിരുന്നുവെങ്കിൽ ആ യേശുവിന് തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് പിൻബലമായി പ്രാർത്ഥന ഏറെ അത്യാവശ്യമായിരുന്നുവെങ്കിൽ ബലഹീനരും കുറവുള്ളവരുമാകുന്ന നമുക്ക് പ്രാർത്ഥന എത്രയോ അത്യാവശ്യമാണ്. തിരക്കുകളോ ജോലിഭാരമോ പ്രായോഗിക ബുദ്ധിമുട്ടുകളോ ഒക്കെ പ്രാർത്ഥനയ്ക്ക് തടസ്സങ്ങളായി നാം എപ്പോഴും നിരത്തും. ശ്രദ്ധയില്ലാതെ പോകുന്ന അനുഭവങ്ങളെല്ലാം പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നാം പറയും. പലരും വന്ന് പങ്കുവെക്കും, അച്ഛാ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധ വിട്ടുപോകുന്നു, ക്രിസ്തുവിനെ ശ്രദ്ധിക്കാനാകുന്നില്ല, മറ്റ് പല കാര്യങ്ങളിൽ ചിന്ത പോകുന്നു. എന്താണ് കാരണം? ആരോടാണോ നാം സംവദിക്കാനിരിക്കുന്നത് അവനോട് നമ്മുടെ ഹൃദയത്തിൽ ഒരു ആത്മബന്ധമുണ്ടാകണം. ആ ശക്തമായ ആത്മബന്ധമുണ്ടാകുന്നിടത്താണ് നമ്മുടെ ഹൃദയം അതിനായി തുടിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ ഒരു കാഴ്ചയുണ്ട്, മനോഹരമായൊരു കാഴ്ച. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് എല്ലാ ദിവസവും സന്ധ്യയാകുമ്പോൾ മനുഷ്യനോടൊപ്പം ഉലാത്താൻ ദൈവം സ്വർഗം വിട്ട് തോട്ടത്തിലേക്ക് കടന്നു വരുമായിരുന്നു. വൈകുന്നേരങ്ങളിൽ മനുഷ്യനോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവവും വൈകുന്നേരങ്ങളിൽ ദൈവത്തോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനും. എത്ര മനോഹരമാണ് ഈ കൂട്ടായ്മ! അതിനായി കാത്തിരിക്കുകയാണ് രണ്ടുപേരും. വൈകുന്നേരമാകുന്നതിനായി കാത്തിരിക്കുന്ന, ഒരുമിച്ച് സംവദിക്കാൻ കാത്തിരിക്കുന്ന ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു അനുഭവം ഏദൻ തോട്ടത്തിൽ നാം കാണുന്നുണ്ട്.
എന്നെ ശ്രവിക്കുന്ന ദൈവൈതലേ, എല്ലാ ദിവസവും തമ്പുരാനോടൊപ്പം ചിലവഴിക്കാൻ കാത്തിരിക്കുന്നൊരു മനസ്സ് നിനക്കുണ്ടോ? അതിനായി ദാഹിക്കുന്നൊരു ഹൃദയമുണ്ടോ നിനക്ക്? സ്വർഗം ശ്രദ്ധിക്കുകയാണ്, നമ്മെ സൂക്ഷിച്ചു നോക്കുകയാണ് സ്വർഗം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 35-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. യേശുവിനെ പറ്റിയാ പറയുന്നത്. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. നാം കരുതും തലേസന്ധിയിൽ നേരത്തെ ഉറങ്ങിക്കാണും, അതുകൊണ്ടായിരിക്കും രാവിലെ എഴുന്നേൽക്കാൻ യേശുവിന് കഴിഞ്ഞത്. തലേ ദിവസം യേശു എന്തു ചെയ്യുകയായിരുന്നുവെന്ന് അതിനു മുൻപുള്ള വചനം പറയുന്നുണ്ട്. 32 മുതലുള്ള വചനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാച് ബാധിതരുമായ എല്ലാവരെയും അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന അനേകരെ അവൻ സുഖപ്പെടുത്തി. അനേകം പിശാചുക്കളെയും അവൻ പുറത്താക്കി. തലേസന്ധ്യയിൽ യേശു വെറുതെ ഇരിക്കുകയായിരുന്നില്ല. തലേസന്ധ്യ മയങ്ങിയതിനു ശേഷം ഒരു വലിയ ശുശ്രൂഷ അവിടെ നടന്നു. ഒരു പട്ടണം മുഴുവൻ ക്രിസ്തുവിങ്കൽ നിന്ന് സൗഖ്യം സ്വീകരിക്കാൻ അടുത്തു വന്നു. വലിയ രോഗശാന്തി ശുശ്രൂഷ, വലിയ വിടുതലിന്റെ ശുശ്രൂഷ എല്ലാം നടന്നു. ഒരു പട്ടണത്തിന്റെ മുഴുവൻ സ്വാതന്ത്ര്യത്തിന്റെ ശുശ്രൂഷ തലേ രാത്രിയിൽ നടന്നു. അതിനുശേഷം പാതിരായ്ക്ക് എപ്പോഴോ ഉറങ്ങിയ ക്രിസ്തുവാണ് പിറ്റേന്ന് അധികാലത്തെഴുന്നേറ്റ് പിതാവിനോടൊപ്പം ഇരിക്കാൻ പോയത്. പ്രിയരെ, നമുക്കും പോകാം ആ യേശുവിനെ പോലെ. ഇന്നലത്തെ തിരക്കുകളോ അസ്വസ്ഥതകളോ ഒന്നുമല്ല. എല്ലാ ദിവസവും തമ്പുരാനോടൊപ്പം ഇരിപ്പാൻ, ചുറ്റുപാടുകളൊന്നുമില്ലാതെ വിജനമായ ഇടം തേടി യാത്ര ചെയ്യുന്നൊരു സഞ്ചാരിയെ പോലെയാകാൻ കഴിയുമോ നിനക്ക്? നമുക്കും യാത്ര ചെയ്യാം. പ്രാർത്ഥനയ്ക്കായി മരുപ്പച്ച തേടി, വിജനം തേടി. മരുപ്പച്ച തേടി, വിജനം തേടി, ഗിരിതൻ ഉയരം തേടി, മരുപ്പച്ച തേടി, വിജനം തേടി, ഗിരിതൻ ഉയരം തേടി, ഉന്നതതാതന്റെ തിരുമുഖം തേടി, ഉന്നതതാതന്റെ തിരുമുഖം തേടി, പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമഃ, പ്രാർത്ഥിക്കും ഗുരുവേ നമോ നമഃ. അതെ, അവരും നമ്മെ വിളിക്കുകയാ. ഉന്നതങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ ഉയരണം. ഇപ്പോൾ നാം ആയിരിക്കുന്നത് എവിടെയായിരുന്നാലും അവിടെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. ആ താതന്റെ മുഖത്തേക്ക് നമുക്ക് ശ്രദ്ധയോടെ നോക്കാം. മറ്റെല്ലാം മറക്കട്ടെ.
ഗത്സമൻ പൂന്തോട്ടത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതിന്റെ 32 മുതലുള്ള തിരുവചനങ്ങളിൽ യേശു തമ്പുരാൻ ഗത്സമൻ പൂന്തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. തന്റെ ശിഷ്യന്മാരെ അവൻ ഒരിടത്ത് പ്രാർത്ഥിക്കാൻ ഇരുത്തി. വീണ്ടും പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 പേരെ വിളിച്ച് ഒരു കല്ലേറ് ദൂരം വേറിട്ട് കൊണ്ടുപോയി അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിപ്പീൻ. വീണ്ടും അവിടെ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി യേശു മറ്റൊരിടത്ത് ചെന്നിരുന്ന് പ്രാർത്ഥിക്കുകയാ. അയ്യോ, ക്രിസ്തുവിന്റെ ഹൃദയം എത്രത്തോളം ആത്മഭാരത്തിൽ വിങ്ങിയിരിക്കുന്ന നിമിഷങ്ങളാണത്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം തൻ്റെ മുന്നിലേക്ക് കടന്നു വരുന്നത് ക്രൂശാണ് എന്ന വ്യക്തമായ ബോധം തനിക്കുണ്ട്. ഉള്ളുരുകി ഹൃദയം തുറന്ന് രക്തം വിയർത്ത് ഗത്സമനയിൽ അവൻ പ്രാർത്ഥിച്ചു. അയ്യോ, ആ പ്രാർത്ഥനയുടെ കരുത്തത്ര ശക്തമാണ്. ഉള്ളു തുറക്കുകയാണ്, ഹൃദയം നുറുങ്ങുകയാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും ഏറ്റെടുക്കണമേ. എങ്കിലോ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് സമർപ്പിച്ചതിന് ശേഷം അവൻ തിരികെ വന്നു നോക്കുമ്പോൾ തൻ്റെ പ്രിയ ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. ഇതല്ലേ ദൈവവേദന ഇന്നത്തെയും അവസ്ഥ. എനിക്ക് വേണ്ടി സ്വർഗീയ മധ്യസ്ഥനായി എൻ്റെ കർത്താവ് തൻ്റെ കാൽവറി യാഗത്തിൻ്റെ യോഗ്യതയാൽ പിതാവിൻ്റെ സന്നിധിയിൽ ഇട്ടുവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനിവിടെ ഉറങ്ങുകയാ. എൻ്റെ ക്രിസ്തീയ ജീവിതം മയക്കത്തിലാണ്, ഉറക്കത്തിലാണ്. ഇതാ ക്രിസ്തു എനിക്കായി ഉണർന്നിരിക്കുമ്പോൾ ഞാൻ ഉറങ്ങുകയല്ലേ? എൻ്റെ ആത്മീയ ജീവിതം ഉറക്കത്തിലല്ലേ? ഉണരൂ ദൈവവേദരെ, ഉണരൂ. പത്രോസിനെ വിളിച്ചുണർത്തിയതുപോലെ ക്രിസ്തു നമ്മയും വിളിച്ചുണർത്തുന്നു. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവീൻ. ആ സ്വരം നമുക്ക് കേൾക്കാം, ആ സ്വരം നമുക്ക് കേൾക്കാം. സ്വർഗീയമായ ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ആ ക്രൂശിലെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഖേദവും ദുഃഖവും സമ്പൂർണമായി പ്രാർത്ഥനാനുഭവത്തിൽ മാറിപ്പോകുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് ആരാധിച്ച് പാപിയാകുന്ന എന്നെ
തമ്പുരാൻ വീണ്ടെടുത്ത് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച് വലിയ വിടുതലിൻ്റെ അനുഭവത്തിലേക്ക് നയിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അല്പനേരം നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ക്രൂശിലെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഈ ഗാനത്തിൻ്റെ ഇരടികളോട് ചേർന്ന് നമുക്കെല്ലാവർക്കും ആത്മാവിലും സത്യത്തിലും നമ്മുടെ തമ്പുരാനെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമായി. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമായി. എൻ ഹൃദയം ധ്യാനിക്കുന്നോനേ, എന്നുള്ളം വാഞ്ചിക്കുന്നോനേ, എൻ സർവം ദാഹിക്കുന്നോനേ, എൻ മനസ്സിൻ ആനന്ദമേ. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമായി. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമായി. പാപിയാമെന്നെയും ദൈവനീതിയാക്കി മാറ്റി, ദ്രോഹിയാമെന്നെയും നിൻ പ്രിയനാക്കി മാറ്റി. ഓരോന്നായി ധ്യാനിക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമായി. എൻ ഹൃദയം ധ്യാനിക്കുന്നോനേ, എന്നുള്ളം വാഞ്ചിക്കുന്നോനേ, എൻ സർവം ദാഹിക്കുന്നോനേ, എൻ മനസ്സിൻ ആനന്ദമേ. ശാപമാമെന്നെയും നിൻ മഹിമയാക്കി മാറ്റി, ദാസനാമെന്നെയും നിൻ പുത്രനാക്കി മാറ്റി. ഓരോന്നായി ധ്യാനിക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമായി. ഓരോന്നായി ധ്യാനിക്കുമ്പോൾ
ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഖേദമെല്ലാം മാറിടുന്നേ പൂർണ്ണമാ. എൻ ഹൃദയം ധ്യാനിക്കുന്നോനേ, എന്നുള്ളം വാഞ്ചിക്കുന്നോനേ, എൻ സർവം ദാഹിക്കുന്നോനേ, എൻ മനസ്സിൻ ആനന്ദമേ. ക്രൂശിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ